ഉറക്കം കാരണമുള്ള പ്രശ്നമുള്ള ആൾക്കാരാണോ നിങ്ങൾ? ഉറക്കമില്ലായ്മയുള്ള ആൾക്കാരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങളെ കണ്ടിരിക്കേണ്ട രണ്ട് പടങ്ങളാണ്. കണ്ടു കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ ഉറങ്ങാൻ പറ്റും. രണ്ട് മലയാള സിനിമകളാണ്. ഒന്ന് പൊറാട്ട് നാടകവും ഒന്ന് തെക്ക് വടക്കും. സോ തെക്ക് വടക്ക് നമ്മുടെ സുരാജും വിനായകനും കൂടി അഭിനയിച്ച ആദ്യത്തെ ഒരു 15 മിനിറ്റ് കാണുമ്പോൾ ഒരു കോമഡി പടമാണെന്ന് തോന്നുന്നു. ഇതിലൊരു റിവഞ്ച് എടുക്കുന്ന സീൻ ഉണ്ട്. പല ടൈപ്പ് റിവഞ്ച് പാത്തിരിക്കുക. കുറെ എണ്ണത്തിന് വിളിച്ചു വന്നിട്ട് എല്ലാ ഹോട്ടലിൽ കയറ്റി തീറ്റിപ്പിച്ചിട്ട് പറമ്പിൽ തൂറ് വെപ്പിച്ചിട്ട് റിവഞ്ച് കാണിക്കുക. എന്തോന്നടെ എവനടെ ഇതൊക്കെ എഴുതി വിടുന്നത്? നീക്ക് എന്താ വല്ല കഞ്ചാവ് അടിച്ചിട്ടാണ് എഴുതി വിടുന്നത്? മനസ്സിലായി അത്രയും ഹൈ ക്വാളിറ്റി സാധനമാണ് എഴുതി വിട്ടിരിക്കുന്നത്. സോ പിന്നീട് അങ്ങോട്ട് ഇത് സിനിമയാണോ സീരിയലാണോ നാടകമാണോ എന്ന് മനസ്സിലാവണം. എന്തൊക്കെയെ പോയിട്ട് എങ്ങനെയൊക്കെ അവസാനിക്കുന്നുണ്ട്. പടം മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. സോ ഉറക്കം വേണ്ടവർ എന്തായാലും കണ്ടു നോക്കാം. ഇതിലും നന്നായി ഉറങ്ങാൻ പറ്റുന്ന ഒരു സിനിമയാണ് സൈജു കുറുപ്പിന്റെ പറാട്ട് നാടകം. ശരിക്കൊരു നാടകം തന്നെയാണ്. ഈ സിനിമയിൽ 1-2 സീൻസ് ഒക്കെ കൊള്ളാം. ചില ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ ട്രോൾ ഉണ്ട്. അതായത് ചാണകത്തിൽ പ്ലൂട്ടോണിയം ഉണ്ട്, ചാണകം മേത്ത് തേച്ച കൊറോണ മാറും, അങ്ങനെയൊക്കെ പറഞ്ഞു. സൈജു കുറിപ്പ് 1-2 ഇമോഷണൽ സീൻസ് കൊള്ളായിരുന്നു. ഒരു പശു ഉണ്ട്, അത് അടിപൊളിയാണ്. ബാക്കി ഒന്നുമില്ല. ഒരു നാടകം തന്നെ പറയാൻ പറ്റുന്ന ഒരു പടം. 2 മണിക്കൂറിന്റെ പടം എന്താണ് 3 ദിവസം എടുത്തിട്ടാണ് ഞാൻ കണ്ടു കഴിഞ്ഞത്. സോ ബേസിക്കലി എനിക്ക് ഇങ്ങനത്തെ പടം എടുക്കുന്ന ആൾക്കാരോട് ഭയങ്കര ഇഷ്ടം. പ്രൊഡ്യൂസർമാരോട് അവർക്കറിയാം അവരെ കാശ് പോകുന്നുണ്ടെന്ന്. എന്നിട്ട് നാട്ടുകാരെ ഉറക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മനസ്സ് നമ്മൾ കാണണം. നാട്ടുകാരെ ഉറക്കില്ലാത്തവരെ ഉറക്കാൻ വേണ്ടിയിട്ട് ഒരു പടം ഇറക്കുന്നുണ്ടല്ലോ, വലിയ മനസ്സ് തന്നെയാണ്. ഇനി ഇങ്ങനത്തെ പടങ്ങൾ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു ഫോർ മേക്കിംഗ് മീ ഫോൾ ഇൻ ലവ് വിത്ത് മൈ സ്ലീപ്പ് അഗെയിൻ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ 3 ദിവസം അടിപൊളിയെ കിടന്നുറങ്ങി. സോ വീണ്ടും ഇങ്ങനത്തെ പടം ഇറക്കുന്നു പ്രതീക്ഷിക്കുന്നു. സോ ഈ പടം ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ട്രൈ ഇറ്റ് ഔട്ട്. മലയാള സിനിമയിലും കോപ്പിയടി. സാധാരണ മലയാള സിനിമകൾ ബാക്കിയുള്ള ഇൻഡസ്ട്രിക്കാരെടുത്ത് റീമേക്ക് ചെയ്യുക. ഇവിടെ മലയാളത്തിൽ വേണ്ടി 2 പടത്തിനും ഒരേ കഥ പറയുന്നത് നമ്മുടെ അടിത്തട്ടിനെയും കൊണ്ടലിനെയും പറ്റിയിട്ടാണ്. ഈ 2 സിനിമയ്ക്ക് എങ്ങനെ ഒരേ കഥ വന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അടിത്തട്ട് 2021 എന്തോ ഇറങ്ങിയ പടമാണ്, കൊണ്ടൽ 2024 ഇറങ്ങിയ പടം. രണ്ടിനും സെയിം കഥ. പിന്നെ കുത്തും കോമയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നില്ല കോയിൻസിഡൻസ് ആയിട്ട് ഉണ്ടായതൊന്നും വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ പേഴ്സണലി എന്റെ അടുത്ത് ചോദിക്കാൻ വെച്ചാൽ ടു മീ അടിത്തട്ട് ഈസ് വാഫ ബെറ്റർ ദാൻ കൊണ്ടൽ എന്ന് ഞാൻ പറയുള്ളൂ. അടിത്തട്ട് എനിക്ക് നല്ലൊരു സിനിമയായിട്ടാണ് തോന്നിയത്. സാധാരണ ഷൈൻ ടോം ചാക്കോന്റെ ഒരു പടം കാണുമ്പോൾ ആദ്യം OTT പ്ലാറ്റ്ഫോംസിനോട് ഞാൻ നന്ദി പറഞ്ഞിട്ടാ തുടങ്ങും. കാരണം സബ് ടൈറ്റിൽ തരുമല്ലോ. ഇങ്ങനെ ഡയലോഗ് ഡെലിവറി ആണെന്ന് വെച്ചാൽ പാറപ്പുറത്ത് ചിരട്ടിട്ട് വരയ്ക്കുന്ന പോലെയാണല്ലോ. പക്ഷെ ഇതിൽ കിഡിലനായിട്ടാണ് ആള് പെർഫോം ചെയ്യുന്നത്. ആ ക്യാരക്ടറിന്റെ സീരിയസ്നെസ് പിടിച്ചിട്ട് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ഷൈൻ ടോം ചാക്കോ തന്നെയാണ്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എടുത്തുള്ള പടം. ഇതിൽ മീൻ നേരാക്കണൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ശരിക്കും മീൻകാരാണ്, നമുക്ക് കറക്റ്റായി മനസ്സിലാവും. സണ്ണി വെയിൻ ഉണ്ട് ഈ പടത്തില്. സണ്ണി വെയിൻ ഇടയ്ക്കൊക്കെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് തോന്നിയത്. ചില സീൻസ് ഒക്കെ ഫൈറ്റ് സീൻസ് ഒക്കെ കൊള്ളായിരുന്നു. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇതൊരു അവാർഡ് പടം കാണുന്ന ഒരു മൈൻഡ് സെറ്റിൽ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇഷ്ടമാവും. എനിവേ ബെറ്റർ ഫാർ ബെറ്റർ ദാൻ കൊണ്ടൽ എന്ന് ഞാൻ പറയുള്ളൂ. ഇത് ആമസോൺ പ്രൈമിലും മനോരമ മാക്സിലും അവൈലബിൾ ആണ്. അത് ട്രൈ ഇറ്റ് ഔട്ട്. തലപതി വിജയ്ക്ക് ശേഷം ശിവകാർത്തികേയൻ ഈസ് നെക്സ്റ്റ് ബിഗ് തിങ് ഇൻ തമിഴ് സിനിമ, ഇന്ത്യൻ സിനിമ എന്നൊക്കെ പണ്ട് ഫേസ്ബുക്കിൽ കുറെ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ഈ ഫാൻ ഫൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പണിയില്ലാത്തവന്മാർ കുറെ എഴുതി ഉണ്ടാക്കുന്നതാണെന്ന്. പക്ഷെ അമരൻ സിനിമ കണ്ടപ്പോൾ എനിക്കും അത് തോന്നാൻ തുടങ്ങി. അമരൻ സിനിമയിൽ ശിവകാർത്തികന്റെ പെർഫോമൻസ് പറഞ്ഞിട്ട് ടോപ്പ് നോച്ച് പെർഫോമൻസ് ആണ്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഫിസിക്ക് മാത്രമല്ല, ആ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ. മുമ്പ് ഈ ക്രിഞ്ച് മൂള കോമഡി അടിച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഒരു നടന്റെ ഉണ്ടായ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞിട്ട് കിഡിലൻ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. നമുക്ക് ഒരു ക്രിഞ്ച് പറയുന്ന സാധനം അമരൻ സിനിമയിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഇതേപോലെ തന്നെ ഇനി കുറെ ആക്ഷൻ മൂവീസ് ചെയ്യണം. അല്ലാതെ പഴയ കോമാളിത്തരങ്ങൾ കാണിക്കാതെ ആക്ഷൻ മൂവീസ് ചെയ്യാന്ന് വെച്ചാൽ ഹീസ് ഗോയിങ് ടു ബി ദ നെക്സ്റ്റ് ബിഗ് തിങ് ഇൻ തമിഴ് സിനിമ തന്നെ പറഞ്ഞേ പറ്റൂ. ഇപ്പൊ നമ്മൾ നോക്കാൻ വെച്ചാൽ AR മുരുകദാസ് ആയിട്ട് ആളൊരു പടം ചെയ്യുന്നുണ്ട്, സുധാ കൊങ്കരയായിട്ട് ആളൊരു പടം ചെയ്യുന്നുണ്ട്, വെങ്കിട് പ്രഭു ആയിട്ട് ആളൊരു പടം ചെയ്യുന്നുണ്ട്. സോ നല്ല ലൈനപ്പാണ് ആൾക്കുള്ളത്. സോ പ്രോപ്പറായി യൂസ് ചെയ്താൽ ബിഗ് ലീഗിലോട്ട് ആൾക്ക് സുഖമായിട്ട് വരാം. സോ അമരൻ സിനിമ മാക്സിമം ഞാൻ കാണാതിരുന്നത് തന്നെയാണ്. കാരണം മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ മേജർ വന്ന പടം തിയേറ്ററിൽ പോയി കണ്ട ഓർമ്മയുണ്ട്. കുറെ ദിവസം എടുത്തു അതിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടി. സോ നിങ്ങൾ മെന്റലി അധികം അല്ലെങ്കിൽ നിങ്ങൾ ഈ സിനിമ കാണരുതെന്ന് ഞാൻ പറഞ്ഞു. കരയാൻ ഇഷ്ടം പോലെ ഉണ്ട്, കരയിപ്പിക്കും ഈ പടം. സോ ഇത് ഈ സിനിമയിൽ ഏറ്റവും വലിയൊരു നെഗറ്റീവ് ആയിട്ട് ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഈ മദ്രാസ് ക്രിസ്ത്യൻ കോളേജില് സായി പല്ലവിയുടെ കുറച്ച് സംസാരമുണ്ട്. ക്രിഞ്ച് പറഞ്ഞ A ക്ലാസ് ക്രിഞ്ച് സാധനം, സഹിക്കാൻ പറ്റില്ല. അയ്യോ ജാരെ എന്റെ പേര് ജോസഫ് കുരുവിള എന്നൊക്കെ പറയുന്ന പോലെയാണ് തമിഴ് മലയാളം കൂടി മിക്സ് ചെയ്ത് പറയുന്നത്. കേട്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഇമോഷണൽ സീൻസ് ഒക്കെ വന്നപ്പോൾ സായി പല്ലവിയൊക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. നല്ലൊരു പടമാണ് അമരൻ. ട്രൈ ഇറ്റ് ഔട്ട്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ. IMDbയുടെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് സീരീസ് ഒരു തെലുങ്കു സീരീസ് ആണ്. 2024 ഒരു ഡിറ്റക്റ്റീവ് സീരീസ് ആണ്. വികട കവി എന്നാണ് പേര്. സോ ഇതിൽ എങ്ങനെയാണ് വെച്ചാൽ ഒരു ഗ്രാമത്തിൽ ഒരു അമ്പലമുണ്ട്, കാടിന്റെ ഉള്ളിലാണ് അമ്പലം. അതിന്റെ ഉള്ളിലോട്ട് രാത്രി ആരൊക്കെ പോയോ അവർക്കൊക്കെ രാവിലെ ബുദ്ധിഭ്രമം, അതായത് ബോധം നഷ്ടപ്പെടുന്നു, മെമ്മറി ലോസ് ഉണ്ടാവുന്നു, ജീവനില്ലാതെ ഇങ്ങനെ നടന്നു പോകുന്നു. അങ്ങനെ ആയി മാറുകയാണ്. അപ്പൊ ഒരു ഗ്രാമത്തിൽ 10-50 പേരൊക്കെ അങ്ങനെ ആയപ്പോൾ ഒരു ഡിറ്റക്റ്റീവ് വരികയാണ് ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് അന്വേഷിച്ച കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്ന ഒരു 6 എപ്പിസോഡിന്റെ സീരീസ് ആണ്. ഇതിൽ ഏറ്റവും വലിയൊരു നെഗറ്റീവ് ആയിട്ട് തോന്നി ഇതിലൊരു ആനമുട്ട ലോജിക്ക് ഉണ്ട്. ഇതിൽ നമ്മുടെ നായകന് മണം പിടിക്കാൻ പറ്റില്ല.
പക്ഷെ ആള് എത്ര ടോക്സിക് ആയ കെമിക്കൽസ് ചോദിച്ചാലും ആൾക്കൊന്നും പറ്റില്ല. അത് എന്ത് ബേസിസിലാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. മേഘ ആകാശാണ് ഇതിന്റെ നായിക. കാണാൻ കിടിലൻ ലുക്കാണ്. ഡയലോഗ് ഡെലിവറി നമ്മുടെ പുഷ്പ 2-ലെ അല്ലു അർജുൻ ഹാൻഡ്സ് വെച്ച പോലെയാണ്. നല്ല വെറുപ്പിക്കലായിരുന്നു. ഷിജു ചേട്ടനില്ലേ നമ്മുടെ ബിഗ് ബോസിൽ അഖിൽ മാരാറിനൊപ്പം ഉള്ള, അങ്ങേരുണ്ട് ഇതിൽ രാജാവായിട്ടാണ്. കുറ്റം പറയാൻ പാടില്ല, അങ്ങേര് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിരിക്കുന്നത്. ഇതിൽ നായകനും നല്ലതായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ സീരീസിന് ഒരു വൗ ഫാക്ടർ ജനറേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വേണമെങ്കിൽ ഒരു ഫസ്റ്റ് ഫ്യൂ എപ്പിസോഡ്സ് തന്നെ കാണുമ്പോൾ ഇതിലത്തെ വില്ലൻ ഇതായിരിക്കും നമുക്ക് മനസ്സിലാവും. ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം. C5 അവൈലബിൾ ആണ്. ഈ മംഗൾവാരം, അഖണ്ഡ, അതേപോലെ തന്നെ 5-ാം വേദം പോലെ ഫാന്റസി എലമെന്റ്സും മിത്തോളജിക്കൽ എലമെന്റ്സ് ഒക്കെ ഉള്ള സീരീസും സിനിമകളും ഇഷ്ടമാണെന്ന് വെച്ചാൽ യു ക്യാൻ വാച്ച്.